ICT മാക്രോസ് കേൾക്കുന്നവർക്കും ഇത് ട്രൈ ചെയ്യുന്നവർക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ളൊരു ICT കോൺസെപ്റ്റാണ് ഹവർലി മാക്രോ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മാർക്കറ്റ് കണ്ടീഷൻസ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സംഗതിയാണ് മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവൻറ്റ് ഡേയ്സിൽ ഏതെങ്കിലും മേജർ ന്യൂസ് ഇവൻറ്റ്സോ മറ്റോ ഉള്ള ദിവസങ്ങളിലൊന്നും ഈ മാക്രോ മോഡൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇവൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ദിവസം പ്രൈസിൻ്റെ അൽഗോരിതമിക് ഡയറക്ഷൻ നമുക്ക് അനലൈസ് ചെയ്യാൻ ഇതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഇതിപ്പം 19 ജൂൺ 2026 റൈറ്റ് നൗ ഗോൾഡിൽ ഞാനിപ്പം ചെയ്തിട്ടുള്ളൊരു എൻട്രിയാണ്. ഞാനതൊന്ന് അനോട്ടേറ്റ് ചെയ്ത് തരാം. ആളുകൾ മോസ്റ്റ്ലി പറയുന്നൊരു കാര്യമാണ് ICT കോൺസെപ്റ്റ് ഓൺലി വർക്ക്സ് ഇൻ ഫ്യൂച്ചേഴ്സ് എന്നൊക്കെ. ICTൻ്റെ മാർക്കറ്റ് സ്ട്രക്ചറല്ല മാക്രോ ഡ്രിവൺ സ്മോൾ ടൈം ഫ്രെയിമിൽ ചെയ്യുന്ന ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സും അതുപോലെ ഓർഡർ ബ്ലോക്സിന് ഇംബാലൻസ് 1 മിനിറ്റിലൊക്കെ ഉള്ളത് എല്ലാവരും കൂടുതലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്തും പലരും പറഞ്ഞിട്ടുണ്ട് സോ ഓൺലി വർക്ക് ഇൻ US ഫ്യൂച്ചേഴ്സ് എസ്പെഷ്യലി ഇൻ നാസ്ഡാക്ക്. പക്ഷേ അതങ്ങനെയല്ല. നാസ്ഡാക്കിൽ ICT കൂടുതലും ട്രേഡ് ചെയ്യുന്നതിന് ഒരുപാട് മറ്റ് റീസൺസ് ഉണ്ട്. ഏറ്റവും സേഫായിട്ടുള്ള മാർക്കറ്റാണ് എക്സ്ചേഞ്ച് ഡ്രിവൺ മാർക്കറ്റ്. കാരണം ഏറ്റവും റെഗുലേറ്റഡ് മാർക്കറ്റാണ് എക്സ്ചേഞ്ച് ഡ്രിവൺ മാർക്കറ്റ്. അതായത് നമ്മുടെ ഇന്ത്യൻ NSEയിലുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോഴും US മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ എക്സ്ചേഞ്ച് ഡ്രിവൺ ആണ്. എക്സ്ചേഞ്ചാണ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ സേഫാണ്. നമ്മുടെ ഹ്യൂജ് ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് CFDയിൽ ട്രേഡ് ചെയ്യുന്നത് സേഫ് അല്ല എന്നല്ല, ഒരു കൺസേൺ ഉണ്ട്. നമുക്ക് നമ്മുടെ മണി അത്രത്തും ഇൻഷ്വേർഡ് അല്ല, നമ്മുടെ ക്യാപിറ്റൽ ഇൻഷ്വേർഡ് അല്ല. പക്ഷേ നേരെ മറിച്ച് എക്സ്ചേഞ്ച് കൺട്രോൾഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിൽ, റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മണി ഇൻഷ്വേർഡ് ആണ് സർട്ടൻ പെർസെൻറ്റേജ് വരെ. അപ്പം അതൊരു റീസണാണ് ICT ഇപ്പോൾ മോസ്റ്റ്ലി അത് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കാലമായിട്ട് US ഡോളർ മൂവ് ചെയ്യുന്ന പാറ്റേൺ ഈസ് നോട്ട് അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഡോളർ സ്പെസിഫിക്കലി 2021 ശേഷമൊക്കെ വളരെ ടിപ്പിക്കലായിട്ടാണ് ചില സമയങ്ങളിൽ ബിഹേവ് ചെയ്യുന്നത്. അത് US ഡോളറും യൂറോ USDയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ മതിയോ. അതും ഒരു റീസൺ ആയേക്കാം. പക്ഷേ ഈ മാർക്കറ്റിൻ്റെ മൊമെൻറ്റും ICTയുടെ കോൺസെപ്റ്റിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ എല്ലാ മാർക്കറ്റിലും ബിഹേവ് ചെയ്യും, വർക്ക് ചെയ്യും. നമ്മളതിനെ ആൾ പറഞ്ഞിട്ടുള്ള കറക്റ്റ് ടൈം ആണ് എല്ലാം. ഫസ്റ്റ് ടൈം. അപ്പം ടൈമാണ് അൽഗോരിതം. അങ്ങനെയാണ് ICT എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ അതിനെ പ്രയോറിറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ വരുന്നതെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും, എസ്പെഷ്യലി ഇൻ കിൽ സോൺസ്. ഓക്കെ, നൗ ഇത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. ഗോൾഡിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെറ്റ് മീ ഗോ ടു ദ ഡെയിലി ചാർട്ട്. ഗോൾഡിൻ്റെ മാർക്കറ്റ് അറൗണ്ട് ഒരു ഈ മുകളിൽ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ വീഡിയോയിലോ അതിന് മുമ്പത്തെ വീഡിയോയിലോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഒരിക്കലും ബുള്ളിഷ് അല്ല. ഗോൾഡ് ഈസ് കറൻ്റ്ലി ഹെവിലി ബിയറിഷ്. അതിന് കാരണം എന്താണ്? നമ്മൾ ഡെയിലി ക്യാൻഡിലിൽ മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ബൈ പ്രഷർ വന്നിട്ടുള്ളൊരു ഏരിയയാണത്. കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ് തറോലി ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഇതൊരു റീടെസ്റ്റാണ് ഓർ ന്യൂസ് ഇവൻറ്റിന് മുമ്പുള്ള മാർക്കറ്റിൻ്റെ ചെറിയൊരു മാനിപ്പുലേഷൻ എന്ന് പറയാം ഈ ഹോൾ മൊമെൻറ്റ്. ഓക്കെ, സോ ഇവിടെ എത്തിയതിൻ്റെ ശേഷമാണ് നമുക്കെന്ത് CPI ന്യൂസ് വന്നു, മാർക്കറ്റ് ഹെവിലി ഫോളോ ആയി. ദെൻ ബാക്കി വരുന്നത് മൊത്തം കണ്ടിന്യൂഷനാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. 15% മുകളിലോട്ട് മാർക്കറ്റ് റിട്രേസ്മെൻറ്റ് എടുത്തതും ഈച്ച് ടൈം മാർക്കറ്റിനെ പ്രൈസിനെ അതിലേക്ക് ഡ്രാഗ് ഡൗൺ ചെയ്യുന്നത്. നൗ ഇന്നത്തെ ദിവസം ഇപ്പം 19 ജൂൺ 2026
ഇന്നത്തെ ദിവസം മാർക്കറ്റ് കണ്ടിന്യൂഷനാണ് തരുന്നത്. ഏഷ്യ സെഷനിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് മുതൽ ക്ലിയർലി ഫാളാണ് വരുന്നത്. ഈ ഫാൾ ഏതുവരെ പോവും, ഇതുവരെ പോവും, എവിടെ നിന്നാണ് നമ്മൾ മുകളിലോട്ടാണ് നമ്മൾ ഇഫ് യു ആർ ബുള്ളിഷ് ഇൻ എ സ്മോൾ സെഷൻ ഏത് ഡിസ്പ്ലേസ്മെൻറ്റിലാണ് എൻട്രി എടുക്കേണ്ടത് നമുക്ക് നല്ല കൺഫ്യൂഷൻ വരും. മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഫാൾ വരുമ്പോൾ നമ്മൾ ട്രേഡിങ് തുടങ്ങുന്ന കാലത്ത് നമ്മൾ ട്രെൻഡിങ് ഡേയ്സിൽ നന്നായിട്ട് കാശുണ്ടാക്കുമായിരുന്നു. ഞാനും അങ്ങനെയായിരുന്നു. മാർക്കറ്റ് നന്നായിട്ട് ട്രെൻഡ് ചെയ്ത് മൂവ് ചെയ്യുന്ന സമയത്ത് കാശുണ്ടാക്കുമായിരുന്നു. പക്ഷേ വൺസ് നമ്മൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്സും ബോർഡർ ബ്ലോക്സ് എല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ട്രെൻഡിങ് ഡേയ്സിൽ കാശുണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി. ഒരു സ്റ്റേജ് എത്തിയപ്പം മാർക്കറ്റ് സൈഡ് വേയ്സും അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ പോകുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ലിക്വിഡിറ്റി ഗ്രാപ്സ് ഒക്കെ വെച്ചിട്ട് ചെറിയ കാശുണ്ടാക്കാൻ പറ്റും. പക്ഷേ മാർക്കറ്റ് കംപ്ലീറ്റ്ലി മൂവ് ചെയ്യുന്നൊരു ദിവസം നമുക്ക് എൻട്രി മിസ്സാവും. സോ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് വെച്ചിട്ട് ഒരു എൻട്രി മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻട്രി കിട്ടണമെങ്കിൽ അടുത്ത പുൾ ബാക്കിന് വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇങ്ങനത്തെ ദിവസങ്ങളിൽ മാർക്കറ്റ് പുൾ ബാക്ക് തരില്ല. ഒരു സെഷൻ മൊത്തം വെയിറ്റ് ചെയ്യും, അടുത്ത സെഷൻ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇമോഷണലി ഡ്രാഗ്ഡ് ഔട്ട് ആവും. പിന്നെ സംഭവിക്കുന്നത് മൊത്തം സൈക്കോളജിക്കൽ പ്രശ്നങ്ങളാണ്. സോ അതാണ് ഇങ്ങനെ റാലി ചെയ്യുന്ന ദിവസങ്ങളിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്, നമ്മൾ എൻട്രി മിസ്സാവുന്നതിന് കാരണം. ഓക്കെ, നമുക്ക് ഈ ദിവസത്തിലേക്ക് വരാം. ഇവിടെ മാർക്കറ്റ് ഇത്രയും 3 കൺസെക്യൂട്ടീവ് ക്യാൻഡിൽസ് ആയിട്ടാണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതെന്തുകൊണ്ട് മുകളിലോട്ടുള്ള ട്രേഡ് പ്ലാൻ ചെയ്യുന്നതെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും, എസ്പെഷ്യലി ഇങ്ങനെ ഫോളോ വരുന്ന സമയത്ത്. അത് സെഷൻ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ ഒന്നുമില്ല, ദർ ഇസ് അനദർ റീസൺ. നമുക്ക് ക്യാൻഡിലിനെ ഒന്ന് വീക്ക്ലി ചാർട്ടിലോട്ട് കൊണ്ടുപോകാം. ഇതാണ് വീക്ക്ലി ചാർട്ട്. വീക്ക്ലി ചാർട്ടിൽ നമുക്ക് ഈ ഒരു ഡെയിലിയിൽ നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയയുടെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റിന് താഴെ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അനദർ ബുള്ളിഷ് സോണാണ് ഈ കാണുന്നത്. ഒരു മിനിറ്റ്, ഈ കാണുന്നത് ഞാൻ തൽക്കാലം ഇതൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നൗ ഇതാണ് തൊട്ട് മുമ്പത്തെ വീക്കിൻ്റെ ഏറ്റവും കൂടുതൽ ബുള്ളിഷ് ഡ്രൈവ് കാണിച്ചിട്ടുള്ള ഏരിയ. നൗ നമുക്കിനി ഇതിനെ നേരിട്ടിട്ട് 1 മിനിറ്റിലോട്ട് വരാം. സോ ഏഷ്യ സെഷൻ്റെ ബിഗിനിങ് മുതൽ കംപ്ലീറ്റ്ലി ഫോളോ ആയിരുന്നു മാർക്കറ്റ്. ഒരു തരത്തിലും ട്രേഡ് റിസ്ക് മാനേജ്മെൻറ്റ് യൂസ് ചെയ്ത് എൻട്രി എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്കും നല്ലപോലെ ഒരു എൻട്രി കൊടുക്കാതെയാണ് മാർക്കറ്റ് താഴോട്ട് ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുള്ളത്. സോ ഈ മാർക്കറ്റ് ഡയറക്റ്റ് ഫോളോ ചെയ്യുന്ന എവിടേക്കാണ്? വീക്ക്ലി ബുള്ളിഷ് സെൻറ്റിമെൻ്റലായിട്ടുള്ള ആ ഒരു സോണിൻ്റെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റിലേക്കാണ്. ഈ ഗ്രീൻ ലൈനാണ് കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ഒരു ഗ്രീൻ ലൈൻ നമ്മുടെ ഈ ഒരു വിക്കിൻ്റെ 50% ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത്. അതിനാണ് കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു സോണിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷേ പ്രൈസ് ഓൾറെഡി ഈ ഒരു ഏരിയനെ ഓൾറെഡി പ്രൈസ് എന്ത് ചെയ്തു? ഓൾറെഡി പ്രൈസ് ഒരു തവണ ഈ ഒരു ഏരിയയുടെ താഴോട്ട് ഈ വീക്കിൽ പോയി കഴിഞ്ഞതാണ്. സോ അപ്പോഴും സ്റ്റിൽ പ്രൈസ് കംപ്ലീറ്റ്ലി ഇതിന് പുറമെ ക്ലോസ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ഈ ഏരിയയുടെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റും അപ്പർ ക്വാഡ്രൻറ്റും ലോവർ ക്വാഡ്രൻറ്റും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിന് മുമ്പായിട്ട് പ്രൈസ് ഇപ്പോൾ നിലവിൽ വന്നേക്കുന്നത് എവിടെയാണ്? ഈ റിജക്ഷൻ കിട്ടിയിട്ടുള്ള ഈ ഒരു വീക്ക്ലി സോണിൻ്റെ ഉള്ളിലാണ്. സോ ഈ ഒരു ഏരിയ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ ഏരിയനെ റെസ്പെക്റ്റ് ചെയ്യണം. സോ ഡെയിലി നൗ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നാണ് പ്രൈസ് എങ്ങോട്ട് വരുന്നത്? താഴോട്ട് വരുന്നത്. പക്ഷേ അവിടെ മറ്റൊരു പോയിൻ്റ് ഉണ്ട്. ഇതാണ് വോളിയം ഇംബാലൻസ്. ഈ ഗ്യാപ്പ് കണ്ടില്ലേ? വീക്ക്ലി ഓപ്പണിംഗ് ഗ്യാപ്പ്. ഇത് മൺഡേ, ഇത് ഫ്രൈഡേക്ക് ശേഷം ഓപ്പൺ ചെയ്ത് മൺഡേ ആണിത്. സോ ഈ വീക്ക്ലി ഓപ്പണിംഗ് ഗ്യാപ്പ് എന്ന് പറയുന്നത് കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഓക്കെ, ഈ വീക്ക്ലി ഓപ്പണിംഗ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബ്ലാക്ക് ഹോൾ പോലെയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പ്രൈസ് വീക്ക്ലി ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോയതിന് ശേഷം ഈ
വീക്കിലി ഗ്യാപ്പ് പ്രൈസിനെ താഴോട്ട് അട്രാക്റ്റ് ചെയ്തു. ഇനി പ്രൈസ് താഴോട്ട് പോകാൻ ശ്രമിക്കും തോറും ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് റീജിയനിലോ സോണിലോ എത്തുമ്പം നമുക്ക് നല്ലൊരു ഷിഫ്റ്റ് മുകളിലോട്ട് തരുവാണെങ്കിൽ ഈ ഒരു ഏരിയ പ്രൈസിനെ അവിടേക്കും പുൾ ബാക്ക് ചെയ്യും. അതാണ് ഈ ഒരു വീക്കിലി ഗ്യാപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്. അത് വിചാരിച്ചിട്ട് ഒറ്റ പുൾ ബാക്കിൽ തന്നെ നേരിട്ട് പ്രൈസ് അവിടേക്ക് പോകുന്നില്ല. അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പല സെഷൻസും സോൺസും എല്ലാം പ്രൈസ് റിയാക്ട് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്ത് മേ ബി വീണ്ടും ഒന്ന് റീഅക്യുമുലേഷനൊക്കെ ചെയ്തിട്ട് ആ സോണിലോട്ട് പോകത്തുള്ളൂ. പക്ഷേ നമ്മൾ റിയാക്ഷനിൽ വരുന്ന സെഷൻ, ഏത് സെഷനിലാണ് റിയാക്ഷൻ വരുന്നത് ആ സെഷനിൽ പൊട്ടൻഷ്യലായിട്ട് എടുക്കാൻ സാധ്യതയുള്ള PDR ഏതാണെന്ന് നോക്കുക. ലിക്വിഡിറ്റി ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ടുള്ള റിട്രേസ്മെൻ്റ് ആവാം, അതും അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൂളുകളാവാം, എനിത്തിങ് സ്റ്റോപ്പ് റൈഡ് ആവാം, എന്തും ആവാം. അപ്പോൾ ഈ വീക്കിലി വിക്കിൻ്റെ 50% കോൺസിക്വൻ്റ് എൻകറേജ്മെൻ്റ് എന്നാണ് പ്രൈസ്. നോക്കാം, ഈ ഒരു ഡെപ്ത് ഫാളിൽ നിന്നും കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ് ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൺസിഡർ ചെയ്യണമെന്നില്ല. ഇറ്റ്സ് ഓക്കെ. നമ്മൾ വീക്കിലി പുൾ ബാക്ക് വിക്കിൻ്റെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റിനെയാണ് കൺസിഡർ ചെയ്യണത്. ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് പ്രൈസ് ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ പ്രൈസ് ഡിഡിൻറ്റ് ഈവൻ ടച്ച് ഹിയർ. സോ ഇറ്റ് സീംസ് ലൈക്ക് വീക്കിലി ഗ്യാപ്പ് ഇസ് attracting price. Then we have a nice little pullback. Perfectly ഒരു 5 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്യുവർ പ്രൈസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നൊക്കെ പറയാം. സോ അതിനുശേഷം ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, നോട്ട് എ സിംഗിൾ ലോ വർ ബ്രോക്കൺ, എവറിത്തിങ് ഈസ് ഗോയിങ് പെർഫെക്റ്റ്ലി ടു ദ അപ്പ് സൈഡ്. മുകളിലോട്ട് ക്ലിയർലി പോവുകയാണ്. ദെൻ ഇതാണ് ലണ്ടൻ ഓപ്പൺ 2 AM. 2 AM ലണ്ടൻ ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും പ്രൈസ് കണ്ടിന്യൂഷനാണ് തരുന്നത്. ബട്ട് ആ കണ്ടിന്യൂഷനിൽ ട്രേഡ് എടുത്ത എല്ലാവരെയും സ്റ്റോപ്പ് ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് താഴോട്ട് വന്നു എന്ന് പറഞ്ഞാൽ പ്രൈസ് താഴോട്ട് എവിടേക്കാണ് വന്നതെന്ന് നമ്മൾ നോക്കേണ്ടത്. ഇറ്റ്സ് എൻ ഓർഡർ ബ്ലോക്ക്. ഇത് നമ്മളൊരു ലോ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ഫാൾ ബിഫോർ ദിസ് അപ്പ് മൂവ്മെൻറ്റ്. ഈ ഒരു സ്ട്രോങ് അപ്പ് മൂവ്മെൻറ്റിന് മുമ്പായിട്ടുള്ള ലാസ്റ്റ് ഫോളാണത്. സോ പ്രൈസ് രണ്ടാമത് വന്ന ഈ ഒരു പുൾ ബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ടാണ്. സോ ഓർഡർ ബ്ലോക്കിൽ നിന്ന് വീണ്ടും താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഈ ഒരു സിബിയിലോട്ട് എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ സിബിയിലോട്ട് പ്രൈസ് ഒരു ക്യാൻഡിൽ പോലും സ്മോൾ ഡിഫറൻസിൽ പ്രൈസ് എന്ത് ചെയ്തു, മുകളിലോട്ട് പോയി. ഇപ്പോഴും നമുക്ക് ട്രേഡ് കൺഫേം അല്ല. പ്രൈസ് താഴോട്ടും പോവാം, മുകളിലോട്ടും പോവാം, ഈ ഓർഡർ ബ്ലോക്കിനെ ഡിനൈ ചെയ്യാം, എന്തും വരാം. പക്ഷേ വൺസ് പ്രൈസ് ഈ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് തന്നതിന് ശേഷം 250, ഞാനിത് മാർക്ക് ചെയ്ത് തരാം. 250 ഈ ഡോട്ടഡ് ലൈൻ ഇവിടെയാണ് ഹവർലി മാക്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹവർലി മാക്രോ, ഈവൻ ഈ ഹവർലി മാക്രോക്ക് പോലും, അതായത് 250 to 310, ഒന്ന് കറക്റ്റ്ലി മാർക്ക് ചെയ്ത് തരാം. ഇതാണ് ആദ്യത്തെ ഹവർലി മാക്രോ. ഓക്കെ, സോ ഹവർലി മാക്രോ എന്ന് പറയുന്നത് പ്രൈസ് നെക്സ്റ്റ് 1 hour ക്യാൻഡിൽ ഏത് ഡയറക്ഷനിലോട്ട് പോകണം, ആ ഡയറക്ഷൻ കൺഫേം ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് നമ്മൾ കാണണം. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ബ്രേക്ക് അവേ ഗ്യാപ്പ് ആയത് എങ്ങനെയാണ്, ഈ ഹവർലി മാക്രോ ഹാസ് ടു ടച്ച് ദിസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. പക്ഷേ അതിന് പോലും വെയിറ്റ് ചെയ്യാതെ മാർക്കറ്റ് കണ്ടിന്യൂസ് ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. ആ ബുള്ളിഷ് മൂവ്മെൻറ്റിലുള്ള ഈച്ച് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ അനോറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം പോലും 50% റെസ്പെക്റ്റ് ചെയ്യാതിരുന്നുണ്ടാവില്ല. 50% താഴോട്ട് സ്മോൾ വോളിയം ബാലൻസ് ഉണ്ട്. ക്ലിയർ ആയിട്ടാണ് പ്രൈസ് ഈ ഹവർലി മാക്രോയിൽ ഈ മൂവ്മെൻറ്റ് തന്നിട്ടുള്ളത്. സീ ദാറ്റ് ഒരു ക്യാൻഡിൽ പോലും ഈ 50% താഴോട്ട് പോയിട്ടില്ല. എവറിത്തിങ് റെസ്പെക്ട് പെർഫെക്റ്റ്ലി ടു ദ അപ്സൈഡ്.
വിച്ച് മീൻസ് പ്രൈസ് എന്താ ചെയ്യുന്നത്, അപ്സൈഡ് ലിക്വിഡിറ്റീസോ അപ്സൈഡ് ഏതെങ്കിലും പി ഡി ആരോയാണ് പ്രൈസ് ടാർഗറ്റ് ചെയ്യുന്നത്. ഐ മീൻ വി ക്യാൻ എക്സ്പെക്റ്റ് എ ഫേം പുൾ ബാക്ക്. അപ്പോൾ ഈ ഹവർലി മാക്രോയ്ക്ക് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഇമ്മീഡിയറ്റ്ലി ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് പുൾ ബാക്ക് വരാൻ സാധ്യത ഉണ്ടോ, പുൾ ബാക്ക് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഏതുവരെ വരാം, ഈ കാര്യങ്ങൾ നമ്മൾ ഈ ഹവർലി മാക്രോൻ്റെ ഉള്ളിൽ അനോട്ടേറ്റ് ചെയ്യണം. അപ്പം ഈ ഒരു ഹവർലി മാക്രോയിൽ പ്രൈസ് പുൾ ബാക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം എന്താ, കാരണം ഈ ഹോൾ മൊമെൻറ്റിൻ്റെ ഡിസ്കൗണ്ട് ഏരിയയിൽ വരുന്ന, റിലേറ്റഡ് ടു ഡിസ്കൗണ്ട് ഏരിയയിൽ വരുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. സോ വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ്. പക്ഷേ ഈ ഏരിയയിലോട്ട് വരുന്നിടക്ക് തന്നെ പ്രൈസ് ഇവിടെ ഒരു ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സി വോളിയം ബാലൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്മോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ്. പല തവണ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്തു കെയിം ഡൗൺ ആൻഡ് അറ്റാക്ക്. ദെൻ ഒരു ക്ലിയർ ക്ലോസ് വന്നു, ഇമ്മീഡിയറ്റ് റീബാലൻസ്. ഈ ക്ലോസിന് ശേഷം പ്രൈസ് ഇമ്മീഡിയറ്റ് റീബാലൻസ് ആണ്. സോ നമ്മൾ ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് 1 ഹവറിലെ ഹവർലി മാക്രോയിൽ പ്രൈസ് ബിഹേവ് ചെയ്ത പാറ്റേൺ എന്താണ്, ഇറ്റ് വാസ് റെസ്പെക്റ്റിംഗ് എവറി 50% ഓഫ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന എന്താണ്, ഒരു ഫാളിന് സാധ്യത ഏറ്റവും കുറവാണ്. സോ ഈ ഒരു ഇമ്മീഡിയറ്റ് റീബാലൻസ് കണ്ട ഉടനെ തന്നെ ഐ പ്ലേസ് മൈ ഓർഡർ. ഞാൻ ഇവിടെ തന്നെ എൻട്രി എടുത്തു. ഞാൻ ഈ എൻട്രി ഒന്ന് കാണിച്ചു തരാം. സോ ദിസ് ഈസ് MT5. രാവിലെ മുതലുള്ള ചാർട്ട് ഇതിലുണ്ട്. രാവിലെ മുതൽ ഒറ്റ ട്രേഡ് എടുത്തിട്ടില്ല. ഞാൻ ഈ എൻ്റയർ സെഷൻ വെയിറ്റ് ചെയ്യായിരുന്നു. ദെൻ പറഞ്ഞില്ല ഇമ്മീഡിയറ്റ് റീബാലൻസ്, ഇവിടെ നിന്നാണ് എൻട്രി വരുന്നത്. ദെൻ വെയിറ്റഡ് ഇനഫ്, സ്മോൾ പോർഷൻ ഇവിടെ എക്സിറ്റ് ചെയ്തു, ബാക്കി റിമൈനിങ് പോർഷൻസ് മൊത്തമായിട്ട് ഇവിടെ എക്സിറ്റ് ചെയ്തു. ഈ ഒരു ഡിസ്പ്ലേസ് ക്യാരക്ടർ ചേഞ്ചിൽ കംപ്ലീറ്റ്ലി എക്സിറ്റ് ചെയ്തു. ദെൻ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്തു. ദാറ്റ്സ് ഓക്കെ. ദെൻ സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴെയായിട്ട് തന്നെയായിരുന്നു വെച്ചത്. ബിക്കോസ് പ്രൈസ് ഇവിടുന്ന് താഴോട്ട് വരുവാണെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് എടുത്തോട്ടെ, കാരണം എൻ്റെ അടുത്ത എൻട്രി ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഏരിയ ഞാൻ സ്റ്റോപ്പ് ലോസ് താഴോട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഈ സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് എടുത്തോട്ടെ, എനിക്ക് ഇവിടുന്ന് വീണ്ടും രണ്ടാമത്തെ എൻട്രി എടുത്താൽ മതിയല്ലോ. കാരണം ഇതിൻ്റെ ഡയറക്ഷൻ ബുള്ളിഷ് ആണെന്ന് കൺഫേം ആയി. സോ ഇനി ഞാൻ വലിയ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യമില്ല. ഈ പ്രൈസ് ഫാൾസ്, ഈ സ്റ്റോപ്പ് ലോസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ 50% അടുത്ത എൻട്രി എടുത്താൽ മതി. അതും സ്റ്റോപ്പ് ലോസ് ചേർത്ത് ഇവിടെ വെക്കാം. വീണ്ടും താഴെയാണെങ്കിലോ എനിക്കിത് ഇതിൽ നിന്ന് എൻട്രി എടുത്താൽ മതി. സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴെയായിട്ട് വെക്കാം. സോ 3 എൻട്രി ഡിഫൈൻഡ് ആയിരുന്നു. പക്ഷേ ടൈമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ടൈം എന്ന് പറയുന്നത് ഈ ഒരു ഇമ്മീഡിയറ്റ് റീബാലൻസിന് ശേഷം ഇവിടുന്ന് എൻട്രി എടുത്തു. ഇമ്മീഡിയറ്റ് റീബാലൻസിന് ശേഷം പ്രൈസ് താഴോട്ട് വരുവാണെങ്കിൽ നെക്സ്റ്റ് മാക്രോ തുടങ്ങുന്നതിന് മുമ്പ് വരണമായിരുന്നു. പ്രൈസിന് താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മാക്രോ വരുന്നതിന് മുമ്പ് താഴോട്ട് വരണമായിരുന്നു ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ. കാരണം മാക്രോസ് ഡിഫൈൻ ദ ഡയറക്ഷൻ ഓഫ് നെക്സ്റ്റ് 1 അവർ ക്യാൻഡിൽ. അടുത്ത 1 അവർ ക്യാൻഡിൽ എവിടേക്ക് പോകണം എന്ന് ഡിഫൈൻ ചെയ്യുന്ന സംഗതിയാണ്. അപ്പം അടുത്ത 1 അവർ ക്യാൻഡിൽ താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന് ഈ മാക്രോയിൽ വരണം. അതിന് മുമ്പ് താഴോട്ട് വന്ന് പുൾ ബാക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ എൻട്രി എടുക്കുകയുള്ളൂ. മാക്രോ ടൈമിലാണ് പ്രൈസ് താഴോട്ട് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. സോ ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ടൈമിന് പ്രയോറിറ്റി കൊടുക്കണം ബിഫോർ പ്രൈസ്. സോ ഈ എൻട്രി എടുത്തു. ദെൻ മാക്രോ 950 മാക്രോ അഗെയിൻ എടുത്തുതരാം. 949 950 4. ഓക്കെ, ഇതായിരുന്നു ഹവർലി മാക്രോ. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് 950 മാക്രോക്ക് ശേഷം തന്നെ പ്രൈസ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നു. ദെൻ വീണ്ടും ഒരു നെക്സ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ താഴെ ക്ലോസ് ചെയ്തു. എഗെയിൻ ഇമ്മീഡിയറ്റ് റീബാലൻസ്. ഇമ്മീഡിയറ്റ് റീബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെൽ സൈഡ് ഇംബാലൻസ് ബൈ സൈഡ് ഇനഫിഷ്യൻസി ഉണ്ട്. സോ വൺസ് ഒരു സെൽ സൈഡ് ഇംബാലൻസ് ബൈ സൈഡ് ഇനഫിഷ്യൻസി ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ 50% റെസ്പെക്റ്റ് ചെയ്യും. ആ റെസ്പെക്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്.
ദെൻ കണ്ടിന്യൂഷൻ ആയിരുന്നു, ക്ലിയർ കണ്ടിന്യൂഷൻ ആയിരുന്നു. പിന്നെ പ്രൈസ് ടാർഗറ്റ് വെച്ചത് ഇതിനൊരു ലോജിക്ക് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വീണ്ടും ഡെയിലി ക്യാൻഡിലോട്ട് പോവാണ്. അപ്പം ഈ വീക്ക്ലി ക്വാർട്ടറൻസിനെ ഞാൻ ഒഴിവാക്കുകയാണ്. നമ്മളെ മേജർ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. സോ ഞാൻ പ്രൈസ് ടാർഗറ്റ് എന്തുകൊണ്ട് ഇവിടെ വെച്ചു എന്നുള്ളത് കാണിച്ചു തരുന്നത്. സോ ഈ ഹോൾ മൂവ് എന്ന് പറയുന്നത് ഈ ഒരു ലോവർ ക്വാഡ്രൻറ്റിലോട്ട് വേണ്ടിയിട്ടാണ്. അതായത് 5 മിനിറ്റിൽ കാണിക്കുകയാണെങ്കിൽ അഗൈൻ ഡെയിലിയിൽ കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു വിക്കിൻ്റെ ലോ. ഇത് ലോവർ ക്വാഡ്രൻറ്റ്, ഇത് കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ്, ഇത് അപ്പർ ക്വാഡ്രൻറ്റ്. പ്രൈസ് നമുക്ക് ഇവിടുന്ന് ബുള്ളിഷ്നെസ് കാണിച്ചു തുടങ്ങി എവിടുന്നാണ്, ഇവിടെയുള്ള വിക്കിൻ്റെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ്. കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റിൽ നിന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും റിസ്ക് കുറഞ്ഞിട്ടുള്ള ടാർഗറ്റാണ് എന്ത്, ഈ കോൺസിക്വൻ്റ് ഈ ഒരു ലോവർ ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത്. അത് ടാർഗറ്റ് ആണെന്ന് പറയാൻ കാരണം എന്താ, അത് ഞാൻ വേണമെങ്കിൽ ഒരു 15 മിനിറ്റിൽ കാണിച്ചു തരാം. 5 മിനിറ്റ്. ഓക്കെ, വൺസ് പ്രൈസ് ന്യൂസ് ഇവൻറ്റിന് ശേഷം ഇത്രയും ഫാൾ വന്നു, ഈ റിട്രേസ്മെൻറ്റ് എവിടേക്കാണ് വന്നിട്ടുള്ളത്, അപ്പർ ക്വാഡ്രൻറ്റിലോട്ട്. ദെൻ എഗെയിൻ ഫാൾ വന്നത് എവിടേക്കാണ്, കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റിലേക്ക്. കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ് പിന്നെ നേരിട്ടിട്ട് ഫാൾ എവിടേക്കൊരു റിട്രസ്റ്റും ഇല്ലാതെ നേരെ വരുന്നത്. ദെൻ മോസ്റ്റ് പ്രോബബിൾ പുൾ ബാക്ക് എവിടേക്കായിരിക്കും, ലോവർ ക്വാഡ്രൻറ്റിൽ. ഇനി ഇവിടുന്ന് മുകളിലോട്ട് പോവോ താഴോട്ട് പോകുമോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പ്രൈസിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് നോക്കിയിട്ട് അനലൈസ് ചെയ്യണം. സോ നമ്മളെ ഈ സെഷനിലെ ലണ്ടൻ സെഷനിലെ ട്രേഡ് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ലോവർ ക്വാഡ്രൻറ്റ് ടാർഗറ്റ് വെച്ചിട്ട് ഇവിടുന്ന് എൻട്രി എടുത്തത്. ക്ലിയറിലായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് അറൗണ്ട് ഒരു 3:37 എടുത്ത എൻട്രി കംപ്ലീറ്റ് ആയിട്ട് 4:32 എടുത്തു. അറൗണ്ട് ഒരു 1 അവർ. ഈ 1 അവറിൻ്റെ ഉള്ളിൽ തന്നെ ട്രേഡ് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ഇന്നത്തെ പണി. സോ ഇതിന് ലണ്ടൻ സെഷനിൽ മോസ്റ്റ്ലി ഈൽഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കാൻ പറ്റാറില്ല. കാരണം ഈൽഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്ത് തുടങ്ങാറേ ഉള്ളൂ. അപൂർവം ദിവസങ്ങളിൽ മാത്രമേ ലണ്ടനിൽ ഈൽഡ് ഹെൽപ്ഫുൾ ആവാറുള്ളൂ. ബാക്കി മൊത്തം നമ്മുടെ പ്രൈസ് ആക്ഷൻ ആയിരിക്കണം ലണ്ടൻ ട്രേഡ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ട്രേഡിലേക്ക് മാക്രോസിൻ്റെ ബിഹേവിയറും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.